നമ്മുടെ വീട്ടിലിപ്പോൾ പതിവായിട്ട് ഒരുപാട് സാധനങ്ങൾ മോഷണം പോവാറുണ്ട് കേട്ടോ. ഇന്ന് വിലപിടിപ്പുള്ള ഇന്നത്തെ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 ലക്ഷം രൂപ വിലയുള്ള ഒരു താലിമാല വരെ ഇവിടുന്ന് കാണാണ്ടായി. ഇതാണ് നമ്മുടെ കള്ളൻ്റെ സ്റ്റോർ റൂം. മോഷ്ടിക്കുന്ന എല്ലാ സാധനങ്ങളും കള്ളൻ വളരെ സേഫായിട്ട് ഇവിടെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കുക. അച്ഛൻ്റെ ഫോണും കള്ളൻ അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കള്ളൻ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കുളിക്കാൻ പോയപ്പോൾ ഊരി വെച്ചിട്ട് പോയതാണ് കേട്ടോ. എൻ്റെ മാലയും അച്ഛൻ്റെ ഫോണും കാണാതായ ഞങ്ങളുടെ സൺസ്ക്രീനും എല്ലാം ഞങ്ങൾക്ക് കാത്തുൻ്റെ ഈ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. കാത്തൂൻ്റെ അച്ഛൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നിത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോവാം. നാളെ കാത്തൂൻ്റെ അച്ഛൻ നാളെ സാറ്റർഡേ ആണ്. അപ്പോൾ മാല ഇടാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പെട്ടെന്ന് ഒരുങ്ങി കിട്ടിപ്പോയതുകൊണ്ട് സൺസ്ക്രീനൊന്നും ഇട്ടിട്ടില്ല. സണ്ണങ്ങട് കിസ് ചെയ്ത് തന്നെ കരിവാളിപ്പിച്ച് കാണും ഇപ്പോൾ എന്തായാലും. അപ്പോൾ ഇതാ നമ്മൾ എത്തി. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൽ പോയത് കാത്തൂൻ്റെ പനങ്കൽക്കണ്ടം ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുക. ഇവിടുന്ന് മേടിക്കുമ്പോഴത്തേനും നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സാധനം കിട്ടും കേട്ടോ. പിന്നെ കാത്തൂൻ്റെ അച്ഛൻ ജിമ്മിന് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഓട്സ്, പീനട്ട് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇവന്മാർക്ക് രണ്ടാൾക്കുള്ള ഷോപ്പിങ്ങിനാണ് കേട്ടോ നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.